മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പഠിക്കാം എന്നുള്ള ഒരു 100 ദിവസം കൊണ്ട് 100 പാഠങ്ങൾ പഠിക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലേ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു, അപ്പോഴും നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ഓടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ പലപ്പോഴും അതിഥി മുന്നിൽ കൂടെ വരുമ്പോൾ നമ്മൾ പുറകെ കൂടെ പോയി ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ഓടും അല്ലേ. ഞാൻ ഓടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളത് ലൈക്കും ചെയ്യേണ്ട, ഷെയറും ചെയ്യേണ്ട, പഠിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മളിത് 2 പേരും കൂടെ ഇതൊന്ന് പരിശീലിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനുശേഷം മാത്രം നിങ്ങളിത് കാണുന്ന നിർത്തുക. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ അടുത്ത സെഷനിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടോ? കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. ആർ ദർ എനി ബിസ്ക്കറ്റ്സ്? എ ഫ്യൂ പീപ്പിൾ ഹാവ് കം. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എ ഫ്യൂ പീപ്പിൾ ഹാവ് കം എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ 6ാമത്തെ ചാപ്റ്റർ പോയി കാണുക. ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 6 നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. Are there any biscuits? If you people have come. ഇവിടെ ബിസ്ക്കറ്റ് ഒന്നുമില്ല. There aren't any biscuits. നമ്മൾ കഴിച്ചു തീർത്തല്ലേ. There aren't any biscuits. ഇവിടെ അടുത്ത് വല്ലതും കിട്ടുമോ? Can you get some nearby? Can you get some nearby? എനിക്ക് ഒന്നുമില്ല അടുത്ത് കിട്ടുമെന്ന്. I don't think you can get biscuits nearby. I don't think you can get biscuits nearby. ഇനി ഇങ്ങനെ വല്ലതും പറയാം. ഒരു യഥാർത്ഥ സായിപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. ഐ എം അഫ്രൈഡ് യു കാൻ ഗെറ്റ് ബിസ്ക്കറ്റ്സ് നിയർ ബൈ. ഐ എം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണെന്നോ? സത്യത്തിൽ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തുള്ളൊരു കുഴപ്പം. എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോഴേ ഇതൊരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് പേടിയാണെന്നുള്ള അവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു ബുദ്ധിമുട്ടാണല്ലേ, ഒരു നെഗറ്റീവ് കാര്യം പറയാൻ വേണ്ടിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കാൻ നമുക്ക് ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ ആദ്യത്തേക്കും. ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഗെറ്റ് ബിസ്ക്കറ്റ്സ് നിയർ ബൈ. പിന്നെ എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്നതാണ് കിട്ടുന്നത്? വാട്ട് ക്യാൻ യു ഗെറ്റ് ദെൻ? What can you get then? അപ്പം കിട്ടും. യു ക്യാൻ ഗെറ്റ് അപ്പം. അപ്പോൾ ചോദിക്കുന്നത്, ഈ അപ്പം എന്നുള്ളത് നമ്മുടെ മലയാളമല്ലേ അല്ലേ? ഈ അപ്പത്തിന് എന്താണ് ഇംഗ്ലീഷ്? സത്യത്തിൽ അപ്പം എന്നുള്ളത് നമ്മുടെ ഒരു മലയാളി ഫുഡാണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് അപ്പം എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അപ്പം എന്നുള്ളത് അപ്പം സായിപ്പ് ചോദിക്കാനോ what do you mean by അപ്പം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അപ്പം is a fermented pancake made from flour. അപ്പോൾ ഫ്ലവറോ, നമ്മൾ ഫ്ലോർ എന്നല്ലേ പറയുന്നത് അല്ലേ? അപ്പോൾ പൊടിക്ക് എന്താണ്, അരിപ്പൊടിക്ക് എന്താണ് പറയുന്നത്? ഫ്ലവർ എന്നാണ് പറയുന്നത്. ഫ്ലോർ തറയാണ്. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ പൂവിനും പറയുന്നത്? തീർച്ചയായിട്ടും അതേ പ്രൊനൗൺസിയേഷനാണ്. അപ്പോഴെന്താണ്, നമ്മൾ പൂവിനും അതിൻ്റെ ഫ്ലവർ അല്ലേ, ആ സെയിം പ്രൊനൗൺസിയേഷനാണ്. അപ്പോഴെന്താണ്, നമുക്ക് ഇങ്ങനെ ആരെല്ലാം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഇസ് എ ഫെർമെന്റഡ് പാൻകേക്ക് മെയ്ഡ് ഫ്രം ഫ്ലവർ. ഈ അപ്പം കണ്ട് കൊള്ളാവോ? ആർ ദേ ഗുഡ് വൺസ്? അപ്പോൾ അവിടെ അപ്പം എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അതാണ് നമ്മൾ സംസാരം കണ്ടിന്യൂ ചെയ്യാനല്ലേ. അപ്പോൾ അവിടെ വീണ്ടും അപ്പം എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അപ്പത്തെ പറ്റിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ആർ ദേ ഗുഡ് വൺസ്? നല്ല രുചിയാണ്. യെസ്, ദേ ആർ ഡെലിഷ്യസ്. എന്താണ്? യെസ്, ദേ ആർ ഡെലിഷ്യസ്. ദേ ആർ ടേസ്റ്റി എന്ന് പറഞ്ഞാണോ? അതിനേക്കാൾ ഇഷ്ടമാണ് എന്താണ്? ദേ ആർ ഡെലിഷ്യസ് എന്ന് പറയുന്നതാണ്. ദേ ആർ ഡെലിഷ്യസ്. ശരി, പക്ഷെ അപ്പം കിട്ടിയില്ലെങ്കിൽ പൊറോട്ട വാങ്ങിക്കണം കേട്ടോ. കുറച്ച് കറി കൂടി വാങ്ങിച്ചു, അല്ലെങ്കിൽ കുറച്ച് കറി കൂടി വേണം കേട്ടോ. ഓക്കെ, ബട്ട് ഇഫ് യു കാൻ ഗെറ്റ് അപ്പം, പ്ലീസ് ബ്രിങ് സം പൊറോട്ട. പ്ലീസ് ബ്രിങ് സം കറി ടു. അതും കൂടി എന്നുള്ളതാണ്, കറി ടു. ഓക്കെ, ബട്ട് ഇഫ് യു കാൻ ഗെറ്റ് അപ്പം, പ്ലീസ് ബ്രിങ് സം പൊറോട്ട. പ്ലീസ് ബ്രിങ് സം കറി ടു. പൈസ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ പൈസ വല്ലതും വേണോ? ഡു യു നീഡ് മണി, അല്ലെങ്കിൽ ഡു യു വാണ്ട് സം മണി? പിന്നെ വേണോ അല്ലേ? ഡു യു വാണ്ട് സം മണി? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. നോ, ഐ ഡോണ്ട്. ഐ ഹാവ് ഇനഫ്. അപ്പോൾ നമുക്ക് നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലേ. എന്താണ് ഇവിടെ വേണോ എന്നുള്ളതാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ നോ പറഞ്ഞത്, വേണ്ട എന്നുള്ളത്. ഇനിയിപ്പോൾ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നാണ് എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് സം മണി വിത്ത് യു? ഡു യു ഹാവ് സം മണി വിത്ത് യു? യെസ് ഐ ഡു. അവിടെ നോ ഐ ഡോണ്ട് അല്ല, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് യെസ് ഐ ഡു. അപ്പോഴേ എന്നാൽ ഡു വെച്ചുള്ള ചോദ്യമാണെങ്കിൽ ഉത്തരവും ഒന്നെങ്കിൽ ഡു ആയിരിക്കും, അല്ലെങ്കിൽ ഡോണ്ട് ആയിരിക്കും അല്ലേ. ആദ്യം വേണ്ട എന്നാണ് നോ ഐ ഡോണ്ട്. ഇവിടെ യെസ് ഐ ഡു. കൊള്ളാം, പെട്ടെന്ന് വേണം, പെട്ടെന്ന് തിരിച്ചു വരണം കേട്ടോ. ഗുഡ്, വി നീഡ് റൈറ്റ് അവേ.
പ്ലീസ് കം ബാക്ക് ക്വിക്ക്, അല്ലെങ്കിൽ പ്ലീസ് കം ബാക്ക് ക്വിക്ക്ലി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയും, നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, വളരെ ഉറക്കം വിളിച്ചു പറയുക. നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത് അല്ലേ. നമ്മൾ എന്ത് ഭാഷ പഠിക്കണമെങ്കിലും നമ്മളിത് റിപ്പീറ്റ് ചെയ്താണ് ഏത് ഭാഷയും പഠിക്കുന്നത്. ഞാനിങ്ങനെ പറയാം അല്ലേ, പ്ലീസ് ലിസൺ ആൻഡ് റിപ്പീറ്റ്, അല്ലെങ്കിൽ പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞ് അതിൻ്റെ പുറകെ നിങ്ങൾ പറയുക. പ്ലീസ് ലിസൺ ആൻഡ് റിപ്പീറ്റ്, പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ആർ ദർ എനി ബിസ്ക്കറ്റ്സ്? A few people have come. There aren't any biscuits. Can you get some nearby? I'm afraid you can't get biscuits nearby. I don't think you can get biscuits nearby. What can you get then? You can get appam. Are they good ones? Yes, they're delicious. What can you get then? You can get apple. Are they good ones? Yes, they are delicious. Do you need money? Do you want some money? No, I don't. I have enough. Do you need money? Do you want some money? No, I don't. I have enough. Do you have some money with you? Yes, I do. Do you have some money with you? Yes, I do. Okay, if you can't get appam, please bring some parota. Please bring some curry too. We need it right away. Please come back quick. Please come back quickly. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത്. അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി അടുത്ത ചാപ്റ്ററിൽ ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, എന്തിനെ പറ്റിയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ നിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. ഇതാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.